അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അപ്പോൾ ഖുർആൻ പഠിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഇപ്പോൾ ദൃഢനിശ്ചയം ചെയ്തല്ലോ. ഒരു 30 ദിവസം നമ്മൾ ആത്മാർത്ഥമായി ചിലവഴിച്ചാൽ ഖുർആനിലെ 33% പദങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തോട് യോജിക്കാൻ സന്നദ്ധമാണോ? അതായത് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് സുന്നത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്താൻ വേണ്ടി പോയപ്പോൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു സംഗതി, തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന തട്ടം അത് നേരെ തിരിച്ച് ഇടതുവശം വലതു ഭാഗത്തേക്കും വലതുഭാഗം ഇടതു ഭാഗത്തേക്കും മാറ്റി. അതേപോലെ മേൽഭാഗം താഴ്ഭാഗത്തേക്കും താഴ്ഭാഗം മേൽഭാഗത്തേക്കും മാറ്റിയിട്ടു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ആകെ മൊത്തം ടോട്ടൽ ഒരു ചേഞ്ച്. അതാണല്ലോ നമ്മൾ വിപ്ലവം പരിവർത്തനം എന്നൊക്കെ പറയുന്നത്. അതുപോലൊരു മാറ്റം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആദ്യം മാറണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറാത്തിടത്തോളം കാലം അള്ളാഹു ആരെയും മാറ്റുന്നതല്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഗൈഡിനെ സ്വീകരിക്കണം. അതായത് നമ്മുടെ ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർബന്ധമായും ദിനേനെ അല്ലെങ്കിൽ ആഴ്ചയിൽ പഠിച്ചു തീർക്കേണ്ട ക്ലാസ് ഒരാഴ്ചയിൽ തന്നെ പഠിച്ചു തീർത്തിരിക്കണം. ദിനേനെ പഠിക്കേണ്ടത് അന്നന്ന് തന്നെ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരീക്ഷ വന്നെന്ന് വരാം, മറ്റെന്തെങ്കിലും ഖുർആൻ്റെ തന്നെ പരീക്ഷ വന്നെന്ന് വരാം. പലപ്പോഴും പലരും പറഞ്ഞ് കേൾക്കാറുള്ളത്, ഞങ്ങൾക്കൊരു ഖുർആൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്കാകട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഫോളോ ചെയ്ത് ഇതിൻ്റെ ക്ലാസ് പഠിച്ച് തീരുന്നത് വരെ മറ്റൊരു ക്ലാസ് ഫോളോ ചെയ്യരുത്. ഇന്ന് പഠിക്കേണ്ടത് എന്താണോ അത് പഠിച്ച് തീർന്നതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പഠിക്കാം. പക്ഷേ ഇന്നത്തെ ക്ലാസ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് തീരുമാനിക്കുക. യു ക്യാൻ. നിങ്ങൾ പരിശോധിച്ചാൽ, എവിടെയും പരിശോധിച്ചാൽ മനസ്സിലാവും, യു ക്യാൻ. ചരിത്രപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് നെപ്പോളിയൻ ഹിൽസിൻ്റെ. അദ്ദേഹം അതിൽ പറയുന്നത്, അദ്ദേഹം ഒരു ഡിക്ഷണറി വാങ്ങി, നിഘണ്ടു വാങ്ങിയിട്ട് ആദ്യം ചെയ്തത് ഇമ്പോസിബിൾ അഥവാ പോസിബിൾ എന്ന പേജിൽ ഇമ്പോസിബിൾ എന്നൊരു വേർഡുണ്ട്. ആ വേർഡ് അദ്ദേഹം കീറിക്കളയുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പദം അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാതാക്കി. സോ ദർ ഈസ് നോ ഇമ്പോസിബിൾ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇമ്പോസിബിൾ എന്നതില്ല. സോ യു ക്യാൻ, എനിക്കിത് കഴിയും. നാലാമത്, willing to begin from the zero. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഫ്രം സീറോയിൽ നിന്നാണ്. നിങ്ങൾ കുറേയൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ടാകും, അറബി ഭാഷ പഠിച്ചിട്ടുണ്ടാകും, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ സീറോ മുതൽ ഏറ്റവും ലോവസ്റ്റ് സ്റ്റെയർ മുതൽ ചവിട്ടി കയറാൻ നിങ്ങൾ സന്നദ്ധമാണോ എങ്കിൽ നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റും. അതല്ല, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, നിങ്ങൾ പഠിച്ച നിങ്ങളുടെ തലത്തിലേക്ക് എത്തുമ്പോൾ അത് ഫോളോ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ഇപ്പോൾ സീറോ മുതൽ തുടങ്ങുക. അതിന് സന്നദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അഞ്ചാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ തന്നെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ എന്തിനാണ് ഈ കോഴ്സിൽ ചേർന്നത്? ഖുർആൻ വായിച്ച് മനസ്സിലാക്കാനാണോ? അതല്ല കുറേ പദങ്ങളുടെയൊക്കെ അർത്ഥം അറിഞ്ഞിരുന്നാൽ കൊള്ളാം എന്നതാണോ? ഇപ്പോഴും നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കി വായിക്കണമെന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? ഞാൻ ഖുർആൻ വായിച്ച് മനസ്സിലാക്കും. ഒരു നിശ്ചിത പരിധിയിൽ, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഞാൻ ഖുർആൻ വായിച്ച് മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. 6 മാസം, 1 വർഷം, 2 വർഷം. 2 വർഷമാണ് നമ്മുടെ മാക്സിമം നീണ്ട കോഴ്സ്. ഈ 2 വർഷത്തിനുള്ളിൽ ഞാൻ ഖുർആൻ വായിച്ച് മനസ്സിലാക്കും എന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തു നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ എഴുതി വയ്ക്കാൻ സന്നദ്ധമാണോ? എങ്കിൽ നമുക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഖുർആൻ പഠിച്ചു തീർക്കാം. ബാക്കി കാര്യം അടുത്ത ക്ലിപ്പിൽ പറയാം. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.